നമോ നാരായണായ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 16-ാമത്തെ അധ്യായം 16-ാമത്തെ ശ്ലോകം മുതൽ പറയുന്നു. 9-ാമത്തെ ഭാഗം. ഓം തേഭ്യ പരമസന്തുഷ്ട പ്രീത്യുജൃംഭിതലോചന മഹാധനാനിവാസാംസി ദദൗ ഹാരാൻ മഹാമന. ഇങ്ങനെ പാണ്ഡവന്മാരെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും അവരുടെ ഭക്തിഭാവത്തെക്കുറിച്ചും കേട്ടതായിട്ടുള്ള പരീക്ഷിത് രാജാവ് സന്തോഷത്തോടു കൂടിയിട്ട് ധാരാളം ദാനാദികളെയൊക്കെ ചെയ്തു എന്ന് പറയുകയാണ്. പരമസന്തുഷ്ട പരീക്ഷിത് മഹാരാജ. പരമസന്തുഷ്ടനായിട്ടുള്ള ആ മഹാരാജാവ് പ്രീത്യുജൃംഭിത ലോചന, പ്രീതി കൊണ്ട് ഉജൃംഭിത വികസിച്ചതായിട്ടുള്ള, ജൃംഭണം ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂട്ടുവായ ജൃംഭണം ആണ്, ഉറക്കെ വലുതാക്കിയിട്ട് വായ ജൃംഭണം കൂട്ടുവായ, വികസിതമായിട്ടുള്ള മൂക്ക്, ചെവി കൂർപ്പിക്കൽ, ഇതിനൊക്കെ ജൃംഭണം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്ന കൂട്ടത്തിൽ ജൃംഭിതമായിട്ടുള്ള നേത്രങ്ങൾ, വികസിച്ച കണ്ണുകൾ, നോട്ടം, അങ്ങനെ. അപ്പോൾ പ്രീതി കൊണ്ട് ഉജൃംഭിത ലോചന, അവിടെ സന്തോഷത്തോടു കൂടിയിട്ട് ഇതെല്ലാം കണ്ടു മനസ്സിലാക്കി എന്ന് സാരം. കാണൽ അല്ല, അവിടെ എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത്? ഭഗവാൻ എത്രത്തോളം പാണ്ഡവരെ സഹായിച്ചു, പാണ്ഡവര് എത്രത്തോളം ഭഗവാനെ ആശ്രയിച്ചു, അത് ജനങ്ങൾ എങ്ങനെ സ്വീകരിച്ചു, അവര് എങ്ങനെ യശസ്വികളാക്കി മാറ്റി. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നായാൽ നമ്മളെക്കുറിച്ചും ഇതേപോലെ ഭാവിയിൽ പറയപ്പെടും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ പ്രീതി കൊണ്ട് ഉജൃംഭിത ലോചനനായിട്ടുള്ള, കണ്ണുകൾ വളരെയധികം വികസിതമായിട്ട് അദ്ദേഹം, ഈ പരീക്ഷിത് മഹാരാജാവ് സന്തോഷത്തോടു കൂടിയിട്ട്, മഹാമനാഹ, വളരെ നല്ല മനസ്സോട് കൂടിയിട്ട്, മഹാധനാനി, അപ്പോൾ സന്തോഷം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്, നമ്മൾ എന്തെല്ലാം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ മഹാധനാനി, വളരെയധികം ധനങ്ങൾ, പ്രത്യേകിച്ച് സ്വർണം തൊട്ടുള്ള, രത്നം, സ്വർണം, ഭൂമി, കന്യ, ഇങ്ങനെയുള്ളതൊക്കെ ദാനം ചെയ്യുമ്പോൾ മഹാധനങ്ങൾ ദാനം ചെയ്തു. ഗ്രന്ഥം, ഇതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാനൊക്കെ എത്രയോ ഗ്രന്ഥങ്ങൾ പലർക്കായിട്ട് പല രീതിയിൽ ദാനം ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയെന്നുള്ളത് പറയാനറിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു കുടുക്ക് കുടുങ്ങിയിട്ടുണ്ട്. അല്ല, കുടുങ്ങിയിട്ടല്ല കേട്ടോ, ഞാൻ പറയാൻ അങ്ങനെയല്ല. എനിക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ദാനം ചെയ്യാനുള്ള അത്ര സാമ്പത്തികമില്ല. പക്ഷേ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇനി. അപ്പോൾ ഇതേപോലെ ആൾക്കാർ തരാൻ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ അവരിൽ നിന്ന്, ഇപ്പോൾ ഈ സാധാരണഗതിയിൽ ചിലരൊക്കെ ഒരു നിശ്ചിത ധനം ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ധനം എനിക്ക് തരികയാണെന്ന് വെച്ചാൽ, എനിക്ക് ഇതേപോലെ ഞാൻ എഴുതിയ പുസ്തകങ്ങൾ പച്ച മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ തോക്കണം എഴുതിയത്, ഭാഗവതത്തിലാണെച്ചാൽ ഭാഗവതത്തിൽ ഇത്രയൊക്കെ ഉണ്ട്, ഇനിയുണ്ട്, ഇല്ലാച്ചിട്ടല്ല. ശിവപുരാണത്തിൽ ഇത്രയൊക്കെ ഉണ്ട്, ഇനിയുണ്ട്, ഇല്ലാച്ചിട്ടല്ല. രാമായണ ആയാലും ദേവി മഹാത്മ്യം ആയാലും അത് എന്ത് ഭദ്രകാളി മഹാത്മ്യം അങ്ങനെ കിട്ടാത്തൊരു പുസ്തകമാണ്. അപ്പോൾ അത് റയർ, അത് എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അത് ഇങ്ങനെ എന്നിൽ നിന്ന് തന്നെ അങ്ങനെ കൊടുക്കാൻ എനിക്ക് എത്രത്തോളം പറ്റും, അതിനുള്ള സാമ്പത്തികം എനിക്കുണ്ടോ, അത് സംശയവും. അപ്പോൾ ഈ നീക്കിയിരിപ്പ് ധനം, അതായത് ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച ധനം, അത് ഒന്നിച്ച് എനിക്ക് കുറച്ച് തരാണെന്ന് വെച്ചാൽ അത് ആര് തരായാലും ഞാൻ സ്വീകരിക്കും. 1 ലക്ഷമോ 2 ലക്ഷമോ ഇതൊക്കെ തരാണെന്ന് വെച്ചാൽ ഞാൻ സ്വീകരിക്കും. 10 ലക്ഷം തന്നാലും എനിക്ക് പ്രയാസമില്ല. കാരണം ഇത് ഞാൻ എൻ്റെ ഗൃഹത്തിനോ എൻ്റെ വീട്ടുകാർക്കോ അതിനോ ഞാൻ എടുക്കില്ല. അത് പുസ്തകം ദാനം ചെയ്യാൻ തന്നെയാണ് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഗുണഫലം എല്ലാവർക്കും കിട്ടും. കാരണം പരമ്പരയ്ക്ക് ഭാവിയിൽ കിട്ടുന്ന അർത്ഥം, ഇപ്പോഴല്ല. ഇത് വലിയ നേട്ടമാണ്. ഇപ്പോൾ കൊടുക്കുന്നത്, നമ്മളെ ദാനം ചെയ്യുന്നത് 1000-ൽ 1 അംശമാണ്, അല്ലെങ്കിൽ 1,00,000-ൽ 1 അംശമാണ് എന്ന് കൂട്ടുക. ഇപ്പോൾ 1,00,000 ഉറുപ്പ്യ ഒരാളുടെ ഉണ്ട്, അതിൽ 1 ഉറുപ്പ്യാണ് ദാനം ചെയ്യാൻ വിചാരിക്കുന്നത്. അയാൾക്ക് 1 കോടി ഉണ്ടെങ്കിൽ 100 ഉറുപ്പ്യയില്ലേ, 10 കോടി ഉണ്ടെങ്കിൽ 1000 ഉറുപ്പ്യയില്ലേ, അത്ര മതി എന്നർത്ഥം ഈ ദാനം വരലേ. അപ്പോൾ ഈ കോടികൾ കൈകാര്യം ചെയ്യുന്ന പലർക്കും ഇതേപോലെ ദാനം ചെയ്യാനുള്ളൊരു ഫണ്ട് ഉണ്ടാവും. ആ ഫണ്ട് എനിക്ക് തരുകയാണെങ്കിൽ അത് ഇങ്ങനെ പുസ്തകം കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് മറ്റുള്ളവർക്ക് പിന്നീട് ഭാവിയിൽ വലിയൊരു ഗുണമായിട്ട് വരും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ പുസ്തകം വായിച്ചവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താണോ ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എനിക്ക്, അതിൻ്റെ ഒരു വിഹിതം എനിക്ക് തരിക.
അതുകൊണ്ട് നഷ്ടം എന്തായാലും സംഭവിക്കില്ല, ഉറപ്പ്. ഞാൻ എന്തായാലും എൻ്റെ ഈ കാറ് വാങ്ങാനും മറ്റേ വീട് നേരെയാക്കാനും എടുക്കില്ല, അത് ഉറപ്പാണ്. പലരും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവർക്ക് പലരും എൻ്റെ വീടിൻ്റെ ഒരു അവസ്ഥ അറിയാം. പലരും തെറ്റിദ്ധരിച്ചു എനിക്കൊരു വരുമാനമില്ലാതെ ഞാൻ ഇങ്ങനെയാണ് കഴിയണം. എൻ്റെ സിമ്പിൾ ലൈഫ് ആണ്, എൻ്റെ സിംപ്ലിസിറ്റിയാണ് ഞാനിങ്ങനെ ഈ തോർത്ത് കൊണ്ടൊക്കെ ചുറ്റി നടന്ന് കൈക്കോട്ടൊക്കെ കളിച്ച് ഇത് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അസൂയ കൊണ്ടോ അല്ലെങ്കിൽ ഈ ദേഷ്യം കൊണ്ടോ വ്യക്തി വൈരാഗ്യം കൊണ്ടോ അതേപോലെ മറ്റു പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കത് മനസ്സിലാവില്ല. അവർക്ക് ഈ ജന്മത്തിൽ മനസ്സിലാവില്ല, അത് ഉറപ്പാണ്. പിന്നെ എപ്പോഴേലും മനസ്സിലാവുമെന്ന് അറിയില്ല. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് എനിക്ക് നല്ല ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ട്. ഞാനത് ഭാഗവതനായിക്കൊണ്ട് തന്നെ ജീവിക്കണം എന്നുള്ളത് തന്നെയാണ്. എന്ന കൂട്ടത്തിൽ ഇതേപോലെ ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ അത് ഈ രീതിയിൽ സാത്വികമായിട്ട് ചെയ്യണം. പാണ്ഡവന്മാരത് ചെയ്തു, ഇതപ്പോൾ പരീക്ഷിത്തും അത് ചെയ്യാൻ പോകണം. ഒരു നല്ല കാര്യം വന്നാൽ, ഒരു ചീത്ത കാര്യം വന്നാൽ, ഒരു ദുഃഖം വന്നാൽ, ഒരു സുഖം വന്നാൽ, അപ്പോഴൊക്കെ ഭാഗവതം പറയുന്നുണ്ട് ദാനം ചെയ്തു എന്ന്. അപ്പോൾ ദാനത്തിൻ്റെ മഹാത്മ്യം കലികാലത്തിൽ ലേശം അധികമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്താ ചെയ്തത്? വിജൃംഭിത ലോചനനായിട്ടുള്ള ആ പരീക്ഷിത് മഹാരാജാവ് മഹാധനങ്ങളെ ദാനം ചെയ്തു എന്നാണ്. അപ്പോൾ ഈ മഹാധനം ഏതാ? ഗ്രന്ഥദാനം മഹാധനാണ്, കന്യാദാനം. അതേപോലെ ഇപ്പോൾ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോമ പൂജാദികൾ ചെയ്യുന്നത് വലിയ ദാനമാണ്. കാരണം നമ്മുടെ പുണ്യം എടുത്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അവരിപ്പോൾ ക്ലയൻസ് തരുന്നത് കുറച്ച് പൈസയും, ഞാൻ പൈസ കൊടുക്കൊണ്ടല്ലേ നിങ്ങളിത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കതൊന്നും ഒരു ചെവി കൂടെ കേൾക്കണം കൂടിയില്ല. ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടുക എന്നാണല്ലോ പറയുക. ആ കേൾക്കണം കൂടിയില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ്. പരമ്പര നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ഒരു സന്താനം ഉണ്ടാവാൻ, കല്യാണം കഴിച്ചവർ സുഖമായിട്ട് ജീവിക്കാൻ, അതൊക്കെ ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ പുണ്യമാണ് ഈ സ്വാഹ എന്ന് പറഞ്ഞിട്ട് ഹോമിക്കണത്. അപ്പോൾ ഇതെന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു? എൻ്റെ നിലനിൽപ്പ് എനിക്ക് ആ രീതിയിലുള്ള ചെറിയ ചെറിയ വരുമാനങ്ങൾ ഉണ്ടായതുകൊണ്ട് മറ്റ് വിഷമങ്ങളൊന്നുമില്ല. ഈ മറ്റ് വിഷമങ്ങളില്ലാത്തവർക്കാണ് സ്വസ്ഥതയോട് കൂടിയിട്ട് അന്യരെ സഹായിക്കാൻ സാധിക്കുക. അത് ബ്രാഹ്മണ്യാണ്, വിപ്രത്വമാണ്. ആത്മാനം പാതി പരം പാതീച്ച. അപ്പം അത് ചെയ്യാൻ നമ്മളെ കൊണ്ട് ഭഗവാൻ അവസരം സൃഷ്ടിച്ചു. അതിൽ ഞാൻ ഹാപ്പിയാണ്. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ എപ്രകാരത്തിൽ അത് ഹാപ്പി ആവണം, മറ്റുള്ളവർക്കത് ഗുണപരമായിട്ട് കിട്ടുന്നുണ്ട്. അതിനെ നിഷേധിക്കാനും അതിനെ കാപട്യത്തോടു കൂടിയിട്ട് കാണുന്നവരും ധാരാളമുണ്ട്. പാണ്ഡവരുടെ എല്ലാ യശസ്സുകളും ഇതേപോലെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു ശകുനികളാൽ. പക്ഷെ അതൊന്നും പാണ്ഡവരെ ബാധിച്ചില്ല. പരീക്ഷിത് മഹാരാജാവിന് 36 കൊല്ലം ഭരിക്കാൻ യാതൊരു പ്രയാസം ഉണ്ടായില്ല. 36ാമത്തെ കൊല്ലം ഒരു സ്വയംകൃത അനർത്ഥം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഋഷിയുടെ തപസ്സിനെ വേണ്ട രീതിയിൽ കാണാൻ സാധിച്ചില്ല. ആ പാമ്പിനെ എടുത്തു തോളിലിട്ടു. ചത്ത പാമ്പിൻ്റെ ജഡം ഋഷിയുടെ തോളിലിട്ടപ്പോൾ ബ്രാഹ്മണ ശാപം ഏൽക്കേണ്ടി വന്നു. പക്ഷേ അതുവരെ ചെയ്തതായിട്ടുള്ള മുഴുവൻ പുണ്യങ്ങളും, പൂർവികർ ചെയ്തതായിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ ഫലവും, ഗർഭാവസ്ഥയിൽ വിഷ്ണുരാധനായിട്ട് വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടതും പുണ്യമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഈ ഒടുക്കം ചെയ്തതായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി അത് ഒരു സാത്വിക കാര്യത്തിന് കാരണമായി. ആ സാത്വിക കാര്യം എന്താ? ഈ ഭാഗവതത്തെ കേൾക്കാൻ സാധിച്ചു. അത് നമുക്ക് കിട്ടി. ലോകഹിതം അതാണ്, ദേവഹിതാണത്. പരീക്ഷത്തിൻ്റെ ജീവഹിതവും ആണ്, അതാണ് ഭാഗവതം. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? മഹാമനാഹ, ഈ മഹത്തുക്കളായിട്ടുള്ള മനസ്സ്, മഹാന്മാരുടെ മനസ്സൊക്കെ മഹത്തുക്കളാണ്. അങ്ങനെയുള്ള മഹാമനസ്സോട് കൂടിയിട്ട്, മഹാമനസ്കതയോട് കൂടിയിട്ട്, മഹാധനാനി, ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ധനങ്ങളെ, വാസാംസി, വസ്ത്രങ്ങൾ, അതേപോലെ ഹാരാൻ, രത്നം ഭരിച്ചതായിട്ടുള്ള, സ്വർണം കെട്ടിയതായിട്ടുള്ള, അപ്പോൾ രുദ്രാക്ഷമാല ആയാലും ഈ രത്നം സ്വർണം കെട്ടിയതായാലും ഒരേപോലെ തന്നെ കേട്ടോ, അതിനെ ദാനം ചെയ്തു. തേഭ്യഹ ദദൗ, ഓരോരുത്തർക്കും അർഹതപ്പെട്ടവർക്ക് അത് കൊടുക്കുക തന്നെ ചെയ്തു, ദാനമായിട്ട് കൊടുത്തു എന്ന് സാരം. അപ്പോൾ തേഭ്യഹ പരമസന്തുഷ്ട, തേഭ്യ ആർക്കൊക്കെ വെച്ചാൽ അങ്ങനെയൊക്കെ, ഈ അർത്ഥിഭ്യ എന്നാണ് തേഭ്യ, ആവശ്യക്കാർക്ക് മുഴുവൻ, ആവശ്യപ്പെട്ട് വന്നവർക്ക് മുഴുവൻ,
തേഭ്യ പരമസന്തുഷ്ട പ്രീത, പരമസന്തുഷ്ടനായിക്കൊണ്ട് പ്രീതനായിക്കൊണ്ട് പ്രീത്യാ ഉജ്രംഭിത, പ്രീതിയോടു കൂടിയിട്ട് പ്രീത്യാ ഉജ്രംഭിത, അതാണ് മറ്റേ പ്രീത്യുജ്രംഭിത, പ്രീത്യാ ഉജ്രംഭിത ലോചന, കണ്ണ് വളരെയധികം വിജൃംഭിതമായിട്ട് ഉജ്രംഭിത വികസിച്ചതായിട്ടുള്ള കണ്ണുകളോട് കൂടിയിട്ട് പരമസന്തുഷ്ടനായിട്ടുള്ള ഈ രാജാവ് മഹാധനങ്ങളെ, അപ്പം അതിൽ ധനങ്ങളെ ഇതിലിപ്പോൾ ഗ്രന്ഥം പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. വാസാംസി ദദൗ ഹാരാൻ മഹാമനാഹ, വാസാംസി ഹാരാൻ ച, അതേപോലെ മറ്റു പലതും ഭൂമിയായാലും കന്യായാലും ഒക്കെ കൊടുത്തു എന്നുള്ളതാണ്. ദദൗ മഹാമനാഹ, ഇങ്ങനെ നന്നായിട്ട് തന്നെ ദാനത്തെ ചെയ്തു. അപ്പോൾ നമ്മൾ സന്തോഷം വന്നാലും ദാനം ചെയ്യാറുണ്ട്, ദുഃഖം വന്നാലും. ഇപ്പോൾ മരണം വന്നു കഴിഞ്ഞാൽ എത്ര ദാനങ്ങളാണ് ചെയ്യുക? പശുദാനം തൊട്ടാണ് തുടങ്ങുന്നത്. ആദ്യം പശുദാനം, അത് കഴിഞ്ഞിട്ടാണ് പിണ്ട സംസ്കാരാദികൾ ചെയ്യുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേപോലെ ഈ മരിക്കാൻ കിടക്കുന്നതിൻ്റെ ജസ്റ്റ് ബിഫോറായിട്ട് അവിടെ പശുദാനം ചെയ്തോളൂ. ഒരു പശുദാനം ചെയ്താലോ മരിക്കാറായി തോന്നുന്നുണ്ട് കേട്ടോ, കാരണന്മാർ പറയും. അപ്പോൾ ഈ ബ്രാഹ്മണൻ, ഇത് വാങ്ങുന്നതായിട്ട് ബ്രാഹ്മണൻ അവിടെ സഹസ്രനാമം ചൊല്ലിക്കൊടുക്കും. മറ്റേ ഭാഗവതം 12ാമത്തെ അധ്യായം, 12ാം സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായം, സംഗ്രഹാധ്യായം എന്ന് പറയും, അത് വായിച്ചു കൊടുക്കും. ഹരേ നമ ഇത്യുച്ചേർമുച്ചതേ സർവപാതകാൽ, വേറൊന്നും വേണ്ട. അപ്പോൾ ഈ ഭഗവാനെ കുറിച്ച് പറയുക, കേൾക്കുക, അതിനൊരു കാരണമായി തീരും. ഈ ദാനങ്ങളൊക്കെ അങ്ങനെയാണ്. തേഭ്യ പരമസന്തുഷ്ട പ്രീത്യുജ്രംഭിത ലോചന മഹാധനാനി വാസാംസി ദദൗ ഹാരാൻ മഹാമനാ. ഇനി എന്തൊക്കെയാണ് ദാനം ചെയ്തത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അടുത്ത ശ്ലോകത്തിൽ വിസ്തരിച്ച് പറയാണ്. നമുക്ക് അടുത്തതിൽ പറയാം. നാരായണ നാരായണ.